ഓടുന്ന ട്രെയിനിൽ നിന്നും ടിടിയെ യാത്രക്കാരൻ തള്ളിയിട്ട് കൊന്നു. തൃശൂർ വെള്ളപ്പായിലാണ് സംഭവം. ടിടി കെ വിനോദാണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ ഇതര സംസ്ഥാന തൊഴിലാളി പാലക്കാട് പോലീസ് കസ്റ്റഡിയിലുണ്ട്. ടിക്കറ്റ് ചോദിച്ചതിലെ തർക്കമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് അറിയാനാകുന്നത്. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, ഇന്ന് 7:30യോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, മൃതദേഹം റെയിൽവേ ട്രാക്കിൽ തന്നെ ഒരു ഭാഗത്ത് മൂടി ഇട്ടിരിക്കുകയാണ്. ഇനി പോലീസ് വന്ന് മറ്റ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് ഇവിടെ നിന്ന് മാറ്റുക. ഇപ്പോൾ പ്രതിയെ പാലക്കാട് റെയിൽവേ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ട്. ഇത് സംഭവിക്കുന്നത് 7:30യോടുകൂടി എറണാകുളം പാറ്റ്ന സൂപ്പർഫാസ്റ്റ് ട്രെയിനിലാണ്. ഇപ്പോൾ മരിച്ച വിനോദിൻ്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ, അതുപോലെ തന്നെ ചെരുപ്പ് ഒക്കെ എല്ലാം ബാഗൊക്കെ ഇവിടെ തെറിച്ച് കിടക്കുകയാണ്. ഈ പാറ്റ്ന എറണാകുളം ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ മുളങ്ങുംതാവിനും അതുപോലെ തന്നെ വടക്കാഞ്ചേരിക്കും ഇടയിൽ വെളപ്പായ എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പ്രധാനമായും ടിക്കറ്റ് ഇല്ലാതെ S11 കോച്ചിൽ യാത്ര ചെയ്യുകയായിരുന്നു ഒഡീഷ സ്വദേശിയായ രജനികാന്ത് എന്ന യുവാവ്. ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തതിനുള്ള വൈരാഗ്യമാണ് ഇവരെ തള്ളിയിടുന്നതിന് ഇടയാക്കിയത് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇപ്പോൾ നമുക്ക് റെയിൽവേ പോലീസിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെയുണ്ട്. സാർ, എപ്പോഴാണ് സംഭവം? 7:30 മണിയോടുകൂടിയാണ്. 7:30 മണിക്ക് ശേഷം, അതായത് എറണാകുളം പറ്റ്ന എക്സ്പ്രസ് എറണാകുളം പറ്റ്ന എക്സ്പ്രസ് പോയതിന് ശേഷമാണ് സംഭവം. അതായത് അതിനുള്ള മറ്റൊരു TT നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് ഇങ്ങനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് നമ്മൾ സ്പോട്ടിലേക്ക് എത്തുകയായിരുന്നു. സ്പോട്ടിൽ കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. എന്താണ് അതിൻ്റെ പ്രകോപനം? എന്താണ് പ്രകോപനം? ടിക്കറ്റ് ചെക്ക് ചെയ്യുകയായിരുന്നു TT ഓൺ ഡ്യൂട്ടി ആയിരുന്നു. അദ്ദേഹം ചെക്ക് ചെയ്യുന്നതിനിടെ ടിക്കറ്റ് ഇല്ലെന്നാണ് വ്യക്തമാവുന്നത്. അദ്ദേഹം ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാരാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തോട് ടിക്കറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പ്രകോപനപരമായി പെരുമാറുകയും TTയുമായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുകയും പെട്ടെന്ന് പ്രകോപനത്തിൽ തള്ളിയിടുന്നതാണ്. എപ്പോഴാണ് പോലീസ് കസ്റ്റഡിയിൽ എങ്ങനെയായിരുന്നു? നമ്മൾ വിവരം കിട്ടിയ ഉടനെ പാലക്കാട് വിവരം അറിയിക്കുമായിരുന്നു. അങ്ങനെ ട്രെയിൻ അവിടെ എത്തുകയും ആ സമയം തന്നെ RPFും GRPയും ട്രെയിൻ അറ്റൻഡ് ചെയ്യും പ്രതിയെ അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായി. വിനോദ് TT സ്വദേശം എവിടെയാണ്? സ്വദേശം എറണാകുളമാണെന്ന് അറിയാൻ പറ്റിയത്. എത്ര വർഷമായി സർവീസിലൊന്നും ധാരണ? സർവീസ് 20 വർഷത്തിൽ കൂടുതൽ സർവീസ് ഉണ്ട്. പ്രതിയെ ഒന്ന് കൊണ്ടുവരുന്നുണ്ട് അങ്ങോട്ട്? അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള വിവരമൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, താങ്ക് യു. ഏതായാലും ഇതാണ് സംഭവിച്ചത്. ഈ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത ഒരു അന്യസംസ്ഥാന തൊഴിലാളി, ഒഡീഷ സ്വദേശിയായ അന്യസംസ്ഥാന തൊഴിലാളിയെ അത് അനുവദിക്കാൻ TT തയ്യാറായില്ല. ഇത് ചോദ്യം ചെയ്തതാണ് പ്രധാനമായും ഇത്തരമൊരു പ്രകോപനം ഉണ്ടാവുകയും തുടർന്ന് ഉടനെ തന്നെ ട്രെയിനിൻ്റെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. തള്ളിയിട്ട് തല ട്രെയിൻ പാളത്തിൽ ഇടിച്ചാണ് മരണമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായ നിഗമനം. അതുപോലെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പല സ്ഥലങ്ങളിലായി ചിതറി കിടക്കുന്ന സ്ഥിതി നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് TTയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗാണ്. ഇതുപോലെ അതിദാരുണമായ ഒരു ദൃശ്യമാണ് സത്യത്തിൽ ഈ വെളപ്പായ ഭാഗത്തെ റെയിൽവേ ട്രാക്കിൻ്റെ പരിസരത്ത് നമുക്ക് കാണാനാവുക. ഉടനെ തന്നെ പ്രതിയെ പിടികൂടാനായെങ്കിൽ പോലും ഈ വിനോദിനെ രക്ഷിക്കാനായില്ല എന്ന ഒരു വളരെ ദുഃഖകരമായ ഒരു കാര്യമുണ്ട്. ഏറ്റവും മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു വിനോദ് എന്നാണ് സഹപ്രവർത്തകർ തന്നെ പറയുന്നത്. ഇപ്പോൾ ഈ റെയിൽവേ ട്രാക്കിൻ്റെ പല സ്ഥലങ്ങളിലായും മൃതദേഹത്തിൻ്റെ ശരീരഭാഗത്തിൻ്റെ പല ഭാഗങ്ങളും ചിന്നിച്ചിതറി കിടക്കുന്ന സ്ഥിതിയാണ്. പ്രധാനമായും ഒരു ഭാഗത്ത് ഇതെല്ലാം കൊണ്ട് കൂട്ടി ഇട്ടിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ പോലീസ് എത്തി അതിൽ തുടർ നടപടി സ്വീകരിക്കും. ഏതായാലും അതിദാരുണമായ ഒരു ദുരന്തത്തിനാണ് റെയിൽവേ ഈ പരിസരം, വെളപ്പായ പരിസരം സാക്ഷ്യം വഹിച്ചത്. സ്മൃതി, ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. ഇയാളെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ എന്താണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്? നിലവിൽ ലഭ്യമാകുന്ന വിവരം, ഇയാൾ ഒഡീഷ സ്വദേശിയാണ്. രജനികാന്ത് എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ എറണാകുളത്ത് നിന്നാണ് കയറിയത്. ഒഡീഷയിലേക്ക് പോകുന്ന വഴിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇയാളെ പാലക്കാട് റെയിൽവേ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുമോ എന്ന കാര്യത്തിൽ ഇതുവരെയായും തീരുമാനം ഒന്നും ആയിട്ടില്ല. തുടർ നടപടികൾ പക്ഷേ നാളെ രാവിലെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഇനിയും ആയിട്ടില്ല. ഏതായാലും ഒരു വളരെ ദുഃഖകരമായ ഒരു സാഹചര്യം. ഇപ്പോൾ റെയിൽവേയിലെ ഉദ്യോഗസ്ഥർ തന്നെ സംസാരിക്കുമ്പോൾ ഏറ്റവും മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ വിനോദ് എന്ന്. മാത്രവുമല്ല, തൻ്റെ തൊഴിലിൽ അത്ര ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് വിനോദ് എന്നും ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രതി പിടിയിലായിരിക്കുന്നു. ദാരുണമായ സംഭവം തന്നെയാണ്. ഓടുന്ന ട്രെയിനിൽ നിന്നാണ് TT ടിക്കറ്റ് ചോദിച്ചതിനാണ് ഒഡീഷ സ്വദേശിയായ പ്രതി TTയെ തള്ളിയിട്ട് കൊന്നിരിക്കുന്നത്.